നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ജമീമയുടെ ഒരു പുതിയ വീഡിയോ പിന്നെയും വൈറലായിരിക്കുകയാണ്. ഇന്ത്യ ടുഡേയുടെ ചാനലിൽ വളരെ പ്രശസ്തനാകുന്ന മാധ്യമപ്രവർത്തകൻ രാജ്ദീപ് സർദേശായിയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ വളരെ അധികം ആളുകൾ ശ്രദ്ധിക്കുന്നത്. ഈ വീഡിയോയിൽ ജമീമ കഴിഞ്ഞ വർഷം ഉണ്ടായ സംഭവങ്ങൾ, അതായത് ഖാർ ജിംഖാനയുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ വേദനിപ്പിച്ച, തന്നെ ടാർഗറ്റ് ചെയ്ത ആളുകളെക്കുറിച്ചുള്ള രാജീവ് സർദേശായിയുടെ ചോദ്യത്തിന് ഒരു ഉത്തരം പറയുകയാണ്. ആ ഉത്തരം ഒന്ന് നിങ്ങൾ കേട്ട് നോക്കിക്കാട്ടെ. Keep quiet. We don't have to prove anything to anyone, neither fight against anyone. We forgive the people who hurt us because that's what Jesus taught us, to forgive those even who have done wrong things. We forgave them and we trusted God to fight our battles for us. And I'm telling you, sir, how things just fall into place, that exactly the same time next year, it was that New Zealand knock, then the semi-final knock, and India winning the World Cup. It was around the same time when last year me and my family went through a lot, but this year God just raised me and my family up, and He gave us double honor for every shame. ജമീമ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ അവരോട് ക്ഷമിച്ചു, കാരണം യേശു എന്നെ പഠിപ്പിച്ചത് ക്ഷമിക്കുവാനാണ്. ഈ ഇൻ്റർവ്യൂവിൽ, അരമണിക്കൂറുള്ള ഈ ഇൻ്റർവ്യൂവിൽ ഏതാണ്ട് ഒരു 8 മിനിറ്റോളം ജമീമ തൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളാണ് ശരിക്കും നടത്തിയത്. ഈ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂകളിൽ നാഷണൽ മീഡിയയിലൊക്കെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ഓൾറെഡി നമുക്കറിയാമല്ലോ, എത്രയധികം വലിയ വിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജമീമയെക്കുറിച്ച്, ജമീമ യേശുവിൻ്റെ പേര് പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ഉണ്ടായത്. ആ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും യാതൊരു ഭയം കൂടാതെ ആ പെൺകുട്ടി പിന്നെയും യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് വളരെ വ്യക്തതയോടെ നാഷണൽ ടെലിവിഷനിലൂടെ പറയുകയാണ്. അവൾക്ക് അതുകൊണ്ട് കരിയറിൽ എന്തെങ്കിലും സെറ്റ് ബാക്ക് ഉണ്ടാകുമെന്നുള്ള ഭയമൊന്നുമില്ല. വളരെ ബോൾഡായിട്ട് ആ പെൺകുട്ടി സംസാരിക്കുന്നു. നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ വിശ്വാസത്തിന് വേണ്ടി ബോൾഡായിട്ട് ധൈര്യസമേതം നിൽക്കുന്ന കുട്ടികളായിരുന്നുവെങ്കിൽ എത്ര നന്നെന്ന് ഞാൻ അങ്ങ് ആശിച്ചു പോവുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.